ഓം ശാന്തി. ആത്മാവായ ഞാൻ അതീവ പ്രകാശത്തോടെ തെളിഞ്ഞ് കത്തുന്ന ദീപമാണ്. ജ്ഞാനസാഗരമായ ബാബ വന്ന് എൻ്റെ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം തുറന്നു തന്ന് ആത്മദീപത്തെ തെളിയിക്കുകയാണ്. ജ്യോതി സ്വരൂപനായ ശിവബാബ ആത്മജ്യോതിയായ എന്നെ ഉണർത്തുന്നു. ഞാൻ വീണ്ടും സർവഗുണങ്ങളാലും ദൈവീക സംസ്കാരങ്ങളാലും സമ്പന്നമായ ദേവതയാവുകയാണ്. ജ്ഞാനയോഗത്തിൻ്റെ ശിക്ഷണങ്ങൾ നൽകി ബാബ സദ്ഗതി നൽകുകയാണ്. ഞാനും ബാബയ്ക്ക് സമാനം എല്ലാ ആത്മാക്കൾക്കും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ നിമിത്തമായ ആത്മാവാണ്. ഞാൻ ശിവശക്തിയാണ്. സ്വർഗത്തിലേക്കുള്ള ഗേറ്റ് തുറക്കാൻ ബാബ നിമിത്തമാക്കിയ ശിവശക്തി. വന്ദേ മാതരം എന്ന മഹിമ വാസ്തവത്തിൽ ശിവശക്തിയായ എൻ്റെ തന്നെയാണ്.
ശിവ് ബാബ അജ്ഞതയുടെ അന്ധകാരത്തിൽ ഉറങ്ങുന്നവരെ ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകി ഉണർത്തുകയാണ്. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിലൂടെ ഞാനിപ്പോൾ മുഴുവൻ സൃഷ്ടി നാടകത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കി. ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവിനാശി ഡ്രാമയാണ്. ഇത് അന്തിമ വിനാശത്തിൻ്റെ സമയമാണ്. മഹാഭാരത യുദ്ധം തൊട്ടുമുന്നിൽ എത്തി നിൽക്കുന്നു. ഈ സമയത്ത് ഭഗവാനോട് പ്രീതബുദ്ധിയുള്ള ആത്മാവാണ് ഞാൻ. സാക്ഷാൽ പരംപിത പരമാത്മാവിൻ്റെ കൂട്ട് ലഭിച്ച ഞാൻ സത്യമായ പാണ്ഡവനാണ്. ഭഗവാന്റെ കൂട്ടുകെട്ടിലൂടെ മായയുമായുള്ള യുദ്ധത്തിൽ വിജയിക്കുന്ന വിജയി ആത്മാവാണ് ഞാൻ. ബാബയുടെ ഓർമ്മയിലിരുന്ന് അന്തിമ വിനാശത്തിനു മുമ്പേ തന്നെ ഞാൻ പാവനമാവുകയാണ്, സതോ പ്രധാനമാവുകയാണ്. ഈ അന്തിമ ജന്മത്തിൽ കമലപുഷ്പസമാനം പവിത്രമായി ജീവിച്ച് ബാബയിൽ നിന്നും 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ഞാൻ പ്രാപ്തമാക്കുകയാണ്.
സുഖവും ശാന്തിയും സമ്പത്തും നിറഞ്ഞ അഖണ്ഡ ദൈവീക രാജധാനി വീണ്ടും ഞാൻ ബാബയിൽ നിന്നും നേടുന്നു. ലക്ഷ്മിയെ അഥവാ നാരായണനെ വരിക്കാൻ ബാബ എന്നെ യോഗ്യനാക്കുകയാണ്. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് ബാബ എന്നെ അലങ്കരിക്കുന്നു. വിഷ്ണുവിൻ്റെ കയ്യിൽ കാണിച്ചിട്ടുള്ള 4 അലങ്കാരങ്ങൾ വാസ്തവത്തിൽ ബ്രാഹ്മണനായ എൻ്റെ അലങ്കാരങ്ങളാണ്. ഏതുപോലെ മംഗളകാരിയായ ബാബ ഈ മുഴുവൻ ലോകത്തെയും അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മുക്തമാക്കുന്നു, അതുപോലെ ഞാനും ബാബയ്ക്ക് സമാനം വിശ്വമംഗളകാരിയായി സർവരിലേക്കും ഈ ജ്ഞാനം എത്തിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛനായ ഭഗവാൻ സ്വയം വന്ന് എന്നെ പഠിപ്പിക്കുകയാണ്, യോഗ്യനാക്കുകയാണ് എന്ന അതിയായ സന്തോഷം ഞാൻ അനുഭവം ചെയ്യുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബ ബ്രാഹ്മണാത്മാവായ എന്നെ ഇപ്പോൾ വിശ്വസേവനത്തിനായി, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സേവനത്തിനായി നിമിത്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഭാരതത്തിൻ്റെ ഗുപ്തമായ സത്യമായ
ആത്മീയ സേവാധാരിയാണ്. മന്മനാഭവയുടെ മഹാമന്ത്രം ഞാൻ എല്ലാ ആത്മാക്കൾക്കും നൽകുകയാണ്. ബാബയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുകയാണ്. ഞാൻ സ്വയം ബാബയുടെ ഓർമ്മയിലിരുന്ന് പാവനമായി മറ്റാത്മാക്കളെയും ഓർമ്മയുടെ യാത്ര ചെയ്യിപ്പിക്കുന്നു. ഞാൻ എൻ്റെ യോഗബലത്തിലൂടെ അതോടൊപ്പം ആഹാരവ്യവഹാരത്തിലുള്ള പവിത്രതയുടെ ദൃഢമായ ധാരണയിലൂടെ ഞാൻ നാളെ സത്യയുഗി ദേവതയായി മാറുകയാണ്. സതോ പ്രധാനമാവുകയാണ്. മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഒരേയൊരു ബാബയുടെ ഓർമ്മയിലിരുന്ന് ഞാൻ പാവനമാവുകയാണ്. മറ്റുള്ളവരെയും ഞാൻ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രേഷ്ഠ മനോവൃത്തിയിലൂടെ ആത്മീയതയുടെ സുഗന്ധം ദൂരെ ദൂരെ വരെ വ്യാപിപ്പിക്കുന്ന ആത്മീയ റോസാ പുഷ്പമാണ് ഞാൻ. ഞാൻ സത്യമായ ആത്മീയ സേവാധാരിയാണ്.
എൻ്റെ കണ്ണുകളിൽ സദാ ബാബയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. സദാ ആത്മസ്മൃതിയിലിരുന്ന് മറ്റുള്ളവരെയും ആത്മദൃഷ്ടിയിൽ ഞാൻ നോക്കുന്നു. ആത്മാവായ ഞാൻ സദാ ബാബയുടെ കുടക്കീഴിനുള്ളിലിരുന്ന് ബാബയുടെ സാന്നിധ്യം, ബാബയുടെ സാമീപ്യം എപ്പോഴും അനുഭവം ചെയ്യുകയാണ്. സദാ ഞാൻ ആത്മീയ സുഗന്ധത്തിൽ അവിനാശിയും ഏകരസവുമായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മീയ സേവാധാരിയാണ്. ഞാൻ നിർവിഘ്ന സേവാധാരിയാണ്. എൻ്റെ നിർവിഘ്ന സ്ഥിതി സേവനത്തിൽ എന്നെ ഏറ്റവും മുന്നിലെത്തിക്കുകയാണ്. സേവനത്തിൽ സദാ മുൻപിലെ നമ്പർ ഞാൻ നേടുകയാണ്. ഞാൻ നമ്പർ 1 ഭാഗ്യശാലി ആത്മാവാണ്. സ്വയം ഭഗവാൻ വന്ന് സേവനത്തിന് നിമിത്തമാക്കിയ ഭാഗ്യശാലി ആത്മാവ്. ഓം ശാന്തി.